സർവശക്തൻ താതനുമായിടുമേകദൈവത്തിൽ വിശ്വസിക്കുന്നു ഞങ്ങൾ. ദശാദശങ്ങൾ സർവവും സൃഷ്ടിച്ചവൻ സ്രഷ്ടാവിൽ വിശ്വസിക്കുന്നു ഞങ്ങൾ. സർവയുഗങ്ങൾക്കും മുൻപായി പിതാവിൽ നിന്നും ജാതനെന്നാൽ സൃഷ്ടിക്കപ്പെട്ടിടാത്തോ സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവമവൻ താതനോടൊത്തു സത്തയിലേകനുമാ മധ്യകുലത്തിൻ രക്ഷയ്ക്കായി സദയം സ്വർലോകത്തിൽ നിന്നും അവൻ താണിറങ്ങി. കാലം പീഡകളേറ്റു ശ്രീവായി മരിച്ചു. സ്വലോകത്തിൽ ആരോഗ്യനായി സ്ഥിതി ചെയ്യൂ താതൻ തൻ വലം ഭാഗേ. നൽകും സത്യാത്മാവേകൻ ദിവ്യാത്മാവിലും വിശ്വസിക്കുന്നു ഞങ്ങൾ. പാപകടങ്ങൾ മോചിപ്പതിനായി നൽകിടുമേക മാമോദീസയും വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 13-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പഠിപ്പിച്ചുകൊണ്ട് അവൻ ജെറൂസലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ഒരുവൻ അവനോട് ചോദിച്ചു, കർത്താവേ, രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ? അവൻ അവരോട് പറഞ്ഞു, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ പരിശ്രമിക്കുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, അനേകം പേർ പ്രവേശിക്കാൻ ശ്രമിക്കും, എന്നാൽ അവർക്ക് സാധിക്കുകയില്ല. വീട്ടുടമസ്ഥൻ എഴുന്നേറ്റ് വാതിലടച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുറത്തുനിന്ന് കർത്താവെ, ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് പറഞ്ഞ് വാതിൽക്കൽ മുട്ടാൻ തുടങ്ങും. അപ്പോൾ അവൻ നിങ്ങളോട് പറയും, നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല. അപ്പോൾ നിങ്ങൾ പറയും, നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ഞങ്ങളുടെ തെരുവുകളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അവൻ പറയും, നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല. അനീതി പ്രവർത്തിക്കുന്ന നിങ്ങൾ എന്നിൽ നിന്ന് അകന്നുപോകുവിൻ. അബ്രാഹവും ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതായും നിങ്ങൾ പുറംതള്ളപ്പെടുന്നതായും കാണുമ്പോൾ നിങ്ങൾ വിലപിക്കുകയും പല്ലിറുമുകയും ചെയ്യും. കിഴക്കുനിന്നും പടിഞ്ഞാറുനിന്നും വടക്കുനിന്നും തെക്കുനിന്നും ജനങ്ങൾ വന്ന് ദൈവരാജ്യത്തിൽ വിരുന്നിലിരിക്കും. അപ്പോൾ മുമ്പന്മാരാകുന്ന പിമ്പന്മാരും പിമ്പന്മാരാകുന്ന മുമ്പന്മാരും ഉണ്ടായിരിക്കും. ഏറ്റവും പ്രിയമുള്ളവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ മറ്റൊരു വചനഭാഗം നമ്മൾ ഇന്ന് നമ്മുടെ വിചിന്തന വിഷയമാക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിലെ
നമ്മൾ വായിക്കുന്ന ഇടുങ്ങിയ വാതിലാണ്. ക്രൈസ്തവ മതവുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ട ഒരു ചിന്തയാണ് ഇടുങ്ങിയ വാതിൽ. ഇടുങ്ങിയ വാതിലെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ രക്ഷ സഹനവുമായിട്ട് അഭേദ്യമാവിധം ബന്ധപ്പെട്ടു എന്നുള്ളതാണ്. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നപ്പോൾ മാലോകര് വിശ്വസിച്ചത് ഈശോ വിശാലമായ വാതിലിൻ്റെ വക്താവാണ് എന്നായിരുന്നു. എന്ന് വച്ചാൽ വലിയ ആർഭാടത്തിൻ്റെ ജീവിത ശൈലിയായിരുന്നു എന്നാണ് ഒരു പക്ഷേ അന്നത്തെ കാലിക ലോകം തെറ്റിദ്ധരിച്ചത്. പക്ഷേ യേശു വന്ന് പ്രസംഗിച്ചത് നമ്മളിന്ന് വായിച്ചു കേൾക്കുന്ന വചനഭാഗം തന്നെ ഓർമ്മിപ്പിക്കുക. രക്ഷ പ്രാപിക്കണമെങ്കിൽ നമ്മൾ ഇടുങ്ങിയ വാതിൽ തിരഞ്ഞെടുക്കണം. ഇടുങ്ങിയ വാതിൽ സ്വാർത്ഥത ഉപേക്ഷിക്കുന്ന വാതിലാണ്. നമ്മൾ നമുക്ക് വേണ്ടി മാത്രം ജീവിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി, എൻ്റെ ജീവിതത്തേക്കാൾ മറ്റുള്ളവനോടുള്ള ജീവിതമാണ് ഇടുങ്ങിയ വാതിൽ. ഇത്തരുണത്തിൽ യേശു ഉദ്ദേശിച്ച ഇടുങ്ങിയ വാതിൽ സഹനമായിട്ട് കണ്ടെത്തുന്നത് നല്ലതാണ്. ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുക ബുദ്ധിമുട്ടാണ്. നമ്മൾ തന്നെ നമ്മുടെ ശരീരത്തെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് വചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളിങ്ങനെ പറയുക, ഇടുങ്ങിയ വാതിൽ സഹനമാണ്. ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് മാനവരാശിയെ രക്ഷിക്കാനാണ്. പാപത്തിൻ്റെ ഫലമായിട്ട് കൊട്ടിയടയ്ക്കപ്പെട്ട പറുദീസയുടെ കവാടങ്ങൾ ഉറ്റുനോക്കി പൊട്ടിക്കരഞ്ഞ മാനവരാശിയെ പറുദീസ അനുഭവത്തിലേക്ക് കൈപിടിച്ച് നടത്താൻ യേശു വന്നു. അതിനായിട്ട് യേശു തിരഞ്ഞെടുത്ത വഴി ഇടുങ്ങിയ വഴിയായിരുന്നു, സഹനത്തിൻ്റെ വഴിയായിരുന്നു. ഈ ഒരു ചിന്ത ഇന്ന് വളരെ കാലിക പ്രസക്തിയുള്ളതാണ്. ലോകത്തിൽ ആരും സഹിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാനിങ്ങനെയൊന്ന് പറഞ്ഞാൽ അത് ഇന്നത്തെ ലോകത്തിൻ്റെ സത്യമായിട്ട് നമ്മൾ പരിഗണിക്കണം. സഹനം നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്ത യാഥാർത്ഥ്യമാണ്. എപ്പോഴും സന്തോഷമായിരിക്കുന്ന ഒരു അവസ്ഥ അത് നമ്മുടെ എല്ലാ സ്വപ്നമാണ്. പക്ഷേ നമ്മൾ ഈ ലോകത്തിലെ വെറും പ്രവാസികളാണ്. യഥാർത്ഥമായ ജീവിതവും ലോകവും ഇതിനപ്പുറമാണ്. അതിനുള്ള ഒരുക്കത്തിലൂടെ കടന്നു പോകുന്നവരാണ്. അക്കരെയുള്ള ലോകം, ദൈവാനുഗ്രഹത്തിൻ്റെ ഇടം, സ്വർഗം നമുക്ക് കരഗതമാകണമെങ്കിൽ ഈ ലോകത്തിൽ നല്ലതുപോലെ നമ്മുടെ മനസ്സാക്ഷി അനുസരിച്ച് നമുക്ക് ജീവിക്കാനും പ്രവർത്തിക്കാനും പറ്റണം. ഈ മനസ്സാക്ഷി അനുസരിക്കുക, ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതല്പം ബുദ്ധിമുട്ടാണ്. അതൊരു ഇടുങ്ങിയ വാതിലാണ്. സഹനങ്ങളെ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കുക. യേശുക്രിസ്തുവിന് ഒരു നിർവചനം കൊടുത്താൽ അതിങ്ങനെയാണെന്ന് ഞാൻ പറയും. യേശു സമം സ്നേഹം, യേശു സമം സഹനം. സഹനത്തിൻ്റെ ഇടുങ്ങിയ വാതിലിൻ്റെ ഏറ്റവും വലിയ ഭാവമാണ് യേശുക്രിസ്തു. ഈ ലോകത്തെ രക്ഷിക്കുവാൻ യേശുവിന് ഒത്തിരി വഴികളുണ്ടായിരുന്നു. ഒറ്റവാക്കാൽ ഈ മനോഹരമായ പ്രപഞ്ചത്തിന് രൂപവും ഭാവവും നൽകിയ തമ്പുരാന് ഒറ്റ വാക്കാൽ ഈ ലോകത്തെ രക്ഷിക്കാമായിരുന്നു. പക്ഷേ അതിനായിട്ട് അവൻ തിരഞ്ഞെടുത്തത് സഹനത്തിൻ്റെ വഴിയാണ്. യേശു എന്തിന് 33 വർഷം ലോകത്തിൽ ജീവിച്ചുവെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരവുള്ളൂ: ഈ ലോകത്തിലെ സർവ്വസഹനങ്ങളും ഏറ്റുവാങ്ങാൻ യേശുവിന് 33 വർഷം വേണ്ടി വന്നു. അതുകൊണ്ട് ഇന്ന് ലോകത്തിലെ മൂർത്തമെന്ന് നമ്മൾ കാണുന്ന
എല്ലാ സഹനങ്ങളും യേശുവിലുണ്ട്. ഈ ലോകത്തിലുള്ള എല്ലാ വലിയ സഹനങ്ങളും യേശുവുണ്ട്. യേശു സഹിക്കാത്ത സഹനങ്ങൾ എന്താ ഉള്ളത്? ഒരുപക്ഷെ ഇന്നത്തെ ഏറ്റവും വലിയ ഒരു സഹനം ഗർഭാവസ്ഥയിലുള്ള സഹനമാകും. അത് ഒരുപക്ഷെ ഭ്രൂണഗതിയായിട്ട് ബന്ധപ്പെട്ടതാകാം. കുഞ്ഞു കുരുന്നുകൾ മാതാവിൻ്റെ ഉദരത്തിൽ കിടന്ന് പലതരത്തിൽ വേദന അനുഭവിക്കും. ഏതെങ്കിലും ഒരു കൊച്ച് മാതാവിൻ്റെ ഉദരത്തിൽ കിടന്ന് എനിക്ക് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഉടനെ യേശു പറയും, ഞാനും ഈ വേദന അനുഭവിച്ചതാണ്. ലോകത്തിലെ മൂർത്തമെന്നു കരുതുന്ന രണ്ടാമത്തെ ഒരു വേദന അനാഥരുടെ വേദനയാണ്. ആരോരുമില്ലാതെ തെരുവീഥികളിലും അനാഥ മന്ദിരങ്ങളിലുമൊക്കെ ജനിച്ചു വീഴുന്ന വ്യക്തികളുടെ നൊമ്പരം. ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഒരു വ്യക്തി ദൈവത്തെ കുറ്റപ്പെടുത്തിയാൽ എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ എന്ന് ചോദിച്ചാൽ യേശു പറയും, ഞാനും അതുപോലെയാണ്. അനാഥനായി കാലിത്തൊഴുത്തിൽ ജനിച്ച വ്യക്തിയാണ് ഞാൻ. ഇന്നത്തെ വലിയ മറ്റൊരു സഹനം, മൂർത്തമെന്ന് നമ്മൾ കരുതുന്ന സഹനം, വീടില്ലാത്തവരുടെ സഹനമാണ്. തെരുവീഥികളിൽ ജീവിച്ച് ആകാശം മേൽക്കൂരയായി ജീവിക്കുന്ന ഒരു വ്യക്തി ലോകത്തിലെ പടുത്തുയർത്തപ്പെടുന്ന വലിയ സൗധങ്ങളെ നോക്കി അവർക്കിത് എനിക്കെന്തുകൊണ്ട് ഇത് എന്ന് ചോദിച്ചാൽ ക്രിസ്തു പറയും, എനിക്കും അങ്ങനെ ഒരു ഇടുങ്ങിയ വാതിലായിരുന്നു. പാമ്പുകൾക്ക് മാളമുണ്ട്, ആകാശത്തിലെ പറവുകൾക്ക് കൂടുണ്ട്, പക്ഷേ മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ലെന്ന് അവൻ നമ്മളോട് പറയും, നമ്മളോട് ഉദീരണം ചെയ്യും. ഈ ഒരു വലിയ സഹനം, ഇടുങ്ങിയ വാതിൽ. യേശുവിൻ്റെ മരണം നമുക്കറിയാം. ലോകത്തിലെ ഏറ്റവും ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെട്ട് മരണത്തെ ഏറ്റുവാങ്ങിയ വ്യക്തിയാണ് ക്രിസ്തു. പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന സിനിമയിൽ യേശുവായിട്ട് അഭിനയിച്ച വ്യക്തി പറഞ്ഞു, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഈ ഒരു അഭിനയം പൂർത്തിയാക്കാൻ എനിക്ക് സാധിക്കുമെന്ന് ഞാൻ കരുതിയില്ല. പകുതിയായപ്പോൾ ഞാൻ മരിക്കുമെന്ന് വിചാരിച്ചു. ഞാൻ അത്ഭുതപ്പെടുന്നു. ഞാൻ അഭിനയിച്ചതാ, പക്ഷേ ക്രിസ്തു ജീവിച്ചതാ. ക്രിസ്തു എങ്ങനെ സഹിച്ചു? ഇതുപോലെ ലോകത്തിലെ വേദനിപ്പിക്കുന്ന ഒരു വ്യക്തിക്കും ദൈവത്തെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം നമുക്ക് മുമ്പേ ആ ഇടുങ്ങിയ വാതിൽ സഹനം അവൻ ഏറ്റുവാങ്ങിയതാണ്. ലോകത്തിലെ മറ്റു വലിയൊരു സഹനം സ്വന്തമായിട്ട് അന്ത്യനിദ്ര പ്രാപിക്കാൻ കഴിയാത്തവരുടേതാണ്. അങ്ങനെയുള്ളവരുണ്ട്. വലിയ സുനാമിയിലും അത്യാഹിതങ്ങളിലുമൊക്കെ മരിച്ച് ശവശരീരം പോലും ഉറ്റവർക്കും ഉടയവർക്കും കാണാൻ കഴിയാത്ത ഒരവസ്ഥ. ഏതെങ്കിലും ഒരാൾ ചോദിച്ചാൽ എന്തുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഇങ്ങനെയെന്ന് ചോദിച്ചാൽ ഈശോ പറയും, ഞാനും അതുപോലെയാണ്. ഞാനും അന്യൻ്റെ കല്ലറയിൽ സംസ്കരിക്കപ്പെട്ട വ്യക്തിയാണ്. സ്വന്തമായി ഒരു 6 അടി മണ്ണ് പോലും ഇല്ലാത്ത വ്യക്തി. അപ്പോൾ ഈ ഒരു വചനം നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ മുദ്രയാകണം. നമ്മൾ ഏത് മതത്തിൽ വിശ്വസിച്ചാലും ലോകത്തിൽ ശാശ്വതമായിട്ടുള്ളത് ദൈവവും ദൈവചിന്തയും ദൈവവിശ്വാസവും ആണ്. ഒരുപക്ഷെ സഹനം നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ഉണ്ടാകും. ഇടുങ്ങിയ വാതിൽ രക്ഷയിലേക്ക് നയിക്കും. ആരൊക്കെ ഇടുങ്ങിയ വാതിലിലൂടെ നടന്നോ അവരെല്ലാം രക്ഷയുടെ സ്വർഗീയ തുറമുഖത്തെത്തി എന്ന് ലോക ചരിത്രം സാക്ഷിക്കും. നമുക്കൊക്കെ ഒത്തിരി വേദനകളൊക്കെയുണ്ട്. കൊച്ചു കൊച്ചു ഇടുങ്ങിയ വാതിൽ, അത് നമ്മുടെ ശാരീരിക അസ്വസ്ഥതകൾ ഇടുങ്ങിയ വാതിൽ, കുടുംബജീവിതത്തിൻ്റെ ഇടുങ്ങിയ വാതിൽ, സമൂഹ ജീവിതത്തിൻ്റെ ഇടുങ്ങിയ വാതിലുകൾ, സഹനം കൊണ്ട് കണ്ണുനീര് സൃഷ്ടിക്കുന്നവർ,
വേദന കൊണ്ട് കണ്ണുനീരിൻ്റെ മാല കോർക്കുന്നവർ. ഇവയോർത്ത് നമ്മൾ നഷ്ടധൈര്യരാകരുത്. വലിയ ഒരു സൗഭാഗ്യത്തിൻ്റെ മുന്നാസ്വാദനമായി കാണുവാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ ദുഃഖങ്ങളെ, വേദനകളെ, ഇല്ലായ്മകളെ, വല്ലായ്മകളെ സർഗാത്മകമായി സ്വീകരിക്കാൻ ഈ വചനം നമുക്ക് ആത്മധൈര്യം തരട്ടെ. സന്തോഷത്തോടെ സ്വീകരിക്കാം. ഇടുങ്ങിയ വാതിൽ അവസാനം തുറക്കപ്പെടുക വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ ഇടത്താകും. ഈ പ്രത്യാശയോടെ ജീവിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഇതുവരെയുള്ള ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങളൊന്ന് അപഗ്രഥിക്കുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഇതുവരെ അവിടുത്തെ പരിപാലനയുടെ വലങ്കൈ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങ് ഞങ്ങളെ കാത്തു, കണ്ണിലെ കൃഷ്ണമണി പോലെ അവിടുന്ന് പരിപാലിച്ചു, ഞങ്ങളെ തോളിലേറ്റി. ഇതുവരെയുള്ള എല്ലാ പരിപാലനയോട് നന്ദി പറയുന്നു. അങ്ങയുടെ വചനം ഞങ്ങളുടെ വഴികളിൽ വെളിച്ചമാകട്ടെ. ഇടുങ്ങിയ വാതിലിനെ സ്വീകരിക്കാൻ കഴിയാത്തവരാ ഞങ്ങൾക്കാഗ്രഹം വലിയ സൗഭാഗ്യത്തിൻ്റെ വാതിലുകളാണ്. നിൻ്റെ ചിന്ത ഞങ്ങൾക്ക് തരണേ, നിൻ്റെ മനസ്സ് തരണേ. ഇടുങ്ങിയ വാതിൽ ദൈവാനുഗ്രഹമാണെന്ന ചിന്ത ഞങ്ങൾ രൂഢമൂലമാക്കണേ. സഹനത്തെ സർഗാത്മകമായി സ്വീകരിക്കാൻ, സഹനമാണ് രക്ഷ എന്ന് തിരിച്ചറിയാൻ നല്ല ദൈവമേ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടെ ലോകത്തിൽ ഇടുങ്ങിയ വാതിലിലൂടെ കടന്നുപോയി തളർന്നു വീഴുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. നിൻ്റെ സ്നേഹത്തിൻ്റെ പരിപാലനയുടെ വലം കൈ അവരുമേലുണ്ടാകണേ. അവരുടെ മനസ്സിന്, ഹൃദയത്തിന് നീ പ്രത്യാശ കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ളതായിരുന്നു ഇന്നത്തെ ചോദ്യം. മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട ഒത്തിരിയേറെ തെറ്റിദ്ധാരണകൾ മനുഷ്യരുടെ ഇടയിൽ പരക്കുന്ന കാലമാണിത്. അങ്ങനെ പരത്താൻ പല വിഘടിത ഗ്രൂപ്പുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും സത്യമാണ്. അതുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാന തത്വങ്ങളെ മാത്രം വിശദീകരിക്കാനേ ഈ സമയം ഉതകുകയുള്ളൂ. അതുകൊണ്ട് മരണാനന്തരം എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, കത്തോലിക്ക വിശ്വാസമനുസരിച്ച് മരണാനന്തരം സംഭവിക്കുന്ന ആദ്യത്തെ വസ്തുത തനതു വിധിയാണ്. ഒരു വ്യക്തി മരിക്കുന്ന നിമിഷത്തിൽ തന്നെ ആ വ്യക്തി ദൈവത്തിൻ്റെ വിധിക്ക് വിധേയമാകുന്നു എന്നുള്ളതാണ് തനതു വിധി. അത് മരണക്കിടക്കയിൽ വെച്ച് മരണനിമിഷത്തിൽ സംഭവിക്കുന്ന യാഥാർത്ഥ്യം. അതായത് ആ വിധിയിലൂടെ വ്യക്തി സ്വർഗത്തിനോ നരകത്തിനോ ശുദ്ധീകരണ സ്ഥലത്തിനോ അർഹമാകുന്നു എന്നുള്ളതാണ് ഈ തനത് വിധിയിലൂടെ സഭ പഠിപ്പിക്കുക. തനത് വിധിയുണ്ട്, ഇപ്പോൾ തന്നെ സ്വർഗത്തിലോ നരകത്തിലോ എത്തും എന്നുള്ളത് മരണസമയത്ത് ഈശോ നല്ല കള്ളന് നൽകുന്ന ഉപദേശത്തിൽ വ്യക്തമാണ്. അതുപോലെ ധനവാന്റെയും ലാസറിന്റെയും ഉപമ പറയുമ്പോഴും ഈശോ പറഞ്ഞു, ധനവാൻ മരിച്ചു, അവൻ നരകത്തിലേക്ക് എടുക്കപ്പെട്ടു. ലാസർ മരിച്ചു, ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിന്റെ മടിത്തട്ടിലേക്ക് സംവഹിച്ചു എന്നൊക്കെ ബൈബിളിൽ സൂചനകൾ തരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? മരണത്തിൻ്റെ നിമിഷത്തിൽ തന്നെയുള്ള ദൈവീകമായ വിധിയെക്കുറിച്ചുള്ള സൂചനയായിട്ട് അതിനെ മനസ്സിലാക്കും. തനത് വിധിയുടെ തുടർച്ചയായിട്ടാണ് പൊതുവിധി സംഭവിക്കുക. യുഗാന്ത്യത്തിൽ ദൈവപുത്രൻ മാലാഖഗണത്തോടൊത്ത് ഈ ഭൂമിയിലേക്ക് വരുമെന്നും അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കും എന്നുമുള്ള വിശ്വാസം, അതാണ് ഈ പൊതുവിധി എന്ന് പറയുക. തനത് വിധിയിൽ നരകശിക്ഷയ്ക്ക് അർഹമായ വ്യക്തിക്ക് പൊതുവിധിയിലും
നരകശിക്ഷ തന്നെ ആയിരിക്കും ലഭിക്കുക. അതിന് മാറ്റമൊന്നുമില്ല. കാരണം രണ്ടിടത്തും വിധിയാളൻ ദൈവം തന്നെ ആകയാൽ അത് മാറ്റമില്ലാത്ത തെറ്റുപറ്റാത്ത വിധിയായതുകൊണ്ട് തനത് വിധിയിൽ നരകശിക്ഷ കിട്ടിയ വ്യക്തികൾ പൊതുവിധിയിലും നരകശിക്ഷയിൽ തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ചിലർ പറയാറുണ്ട്, നരകത്തിൽ പോയ ആത്മാക്കളോട് സുവിശേഷം പ്രസംഗിച്ച് അവരെ മാനസാന്തരപ്പെടുത്തി സ്വർഗത്തിലെത്തിക്കാൻ പറ്റും എന്ന് ചിന്തിക്കുന്നവരുണ്ട്. നരകത്തിൽ പോയ ആത്മാക്കൾക്ക് വേണ്ടി സ്നാനകർമ്മം നടത്തുന്നവരുണ്ട്. അവരെ മാമോദീസ മുക്കി സ്വർഗത്തിലെത്തിക്കുക എന്ന് വാദിക്കുന്നവരുണ്ട്. ഇതൊക്കെ അബദ്ധങ്ങളാണ്. കാരണം രണ്ടാം കോൺസ്റ്റാന്റിനോപ്പിൾ കൗൺസിൽ വളരെ വ്യക്തവും സുചിന്തിതവുമായ പഠനത്തിന് ശേഷം പ്രഖ്യാപിച്ചു, നരകം നിത്യമാണ്. ദ ഇറ്റേണിറ്റി ഓഫ് ഹെൽ എന്നത് സഭയുടെ വിശ്വാസ സത്യമാണ്. എന്ന് പറഞ്ഞാൽ നരകത്തിൽ പോയവൻ എന്നേക്കുമായി പോയതാണ്, അവിടെ നിന്ന് ആരെയും രക്ഷിക്കുക സാധ്യമല്ല എന്ന വസ്തുത. എന്നാൽ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് വ്യത്യസ്തമായ ഒരു കാര്യം പൊതുവിധിയിൽ സംഭവിക്കുന്നു. ശുദ്ധീകരണ സ്ഥലം സഭാപ്രബോധനം അനുസരിച്ച് യേശുവിൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ നിലനിൽക്കുകയുള്ളൂ. രണ്ടാമത്തെ ആഗമനത്തിന് ശേഷം ഒന്നുകിൽ നരകം അല്ലെങ്കിൽ സ്വർഗം, ശുദ്ധീകരണ സ്ഥലം ഇല്ലാതാകുന്നു എന്നുള്ളതാണ് സഭാപ്രബോധനം. കാരണം മിശിഹായുടെ രണ്ടാമത്തെ ആഗമനത്തോടെ സൃഷ്ടപ്രപഞ്ചം ദൈവവുമായി സൃഷ്ടാവുമായി ഐക്യപ്പെടുന്നതിനാൽ പിന്നീട് ശുദ്ധീകരണ സ്ഥലത്തിന് പ്രസക്തിയില്ല എന്നതാണ് സഭാ പ്രബോധനം എന്ന് നാം മനസ്സിലാക്കും. ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് യേശുവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിൽ നമ്മുടെ ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെടും എന്നുള്ള സത്യം. ശരീരത്തിൻ്റെ ഉയർപ്പിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് വിശ്വാസ പ്രമാണത്തിൽ ക്രൈസ്തവർ ഏറ്റുചൊല്ലുന്നുമുണ്ട്. അപ്പൊ ശരീരത്തിൻ്റെ ഉയർപ്പ് സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ സംഭവിക്കും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് മരണശേഷം ക്രിസ്തു ശരീരത്തോടെ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. അവൻ അപ്പസ്തോലന്മാർക്ക് ശരീരിയായി പ്രത്യക്ഷപ്പെട്ടു. അവൻ്റെ തിരുമുറിവുകൾ തോമാശ്ലീഹ കണ്ടു എന്ന് മാത്രമല്ല, അവൻ ശിഷ്യരുടെ കാണെ വറുത്ത മീൻ കഷണം ഭക്ഷിക്കുന്നതായി സാക്ഷ്യങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാ അർത്ഥം എന്താണ്? ക്രിസ്തു ശരീരത്തോടുകൂടി ഉയർത്തെഴുന്നേറ്റു എന്ന്. ക്രിസ്തു ശരീരത്തോടുകൂടി ഉയർത്തെഴുന്നേറ്റതിനാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ, ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൽ പങ്കുചേരുന്നവർ ആകയാൽ അവർ ശരീരത്തോടെ ഉയർക്കും എന്ന് സഭ പഠിപ്പിക്കുന്നു. ശരീരത്തോടെയുള്ള ഉയർപ്പ് എന്ന് പറയുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഇതേ പൊക്കത്തിലും തൂക്കത്തിലും വണ്ണത്തിലുമാണോ ശരീരം ഉയർക്കുക എന്ന് ചോദിച്ചാൽ പൗലോസ്ലീഹായുടെ ഉത്തരമാണ് അവരോട് പറയാനുള്ളത്. മരിക്കുന്നത് മർത്യ ശരീരം, ഉയർക്കുന്നത് ആത്മീയ ശരീരം. യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ അവിടത്തേക്ക് ശരീരം ഉണ്ടായിരുന്നു. എന്നാൽ പലർക്കും അവനെ ഒറ്റ നോട്ടത്തിൽ കണ്ടിട്ട് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അടച്ചിട്ട വാതിലിനുള്ളിലൂടെ അവൻ അകത്ത് പ്രവേശിക്കുന്നുണ്ട്, അടച്ചിട്ട വാതിലിലൂടെ അവൻ പുറത്തേക്ക് പോകുന്നുണ്ട് എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവൻ ആകാശത്തിലേക്ക് ഉയർന്നു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ശരീരം ഉണ്ടായിരിക്കവേ തന്നെ ആ ശരീരത്തിന് ആത്മീയതയുടെ സവിശേഷത ആർജിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് യേശുവിൻ്റെ ഉത്ഥിത ശരീരത്തിൻ്റെ പ്രത്യേകത. സമാനമായൊരവസ്ഥയാണ് യേശുവിൽ വിശ്വസിക്കുന്നവർ ഉത്ഥാനം ചെയ്യുമ്പോഴും സംഭവിക്കുന്നത് എന്നത് സത്യമാണ്. ചിലർ ചോദിക്കാറുണ്ട്, നമ്മുടെ ഈ ശരീരം അതേപടി ഉയർക്കുമെങ്കിൽ നമ്മൾ അവയവങ്ങൾ ദാനം ചെയ്യുന്നത് ശരിയാണോ? കണ്ണില്ലാതെ സ്വർഗത്തിൽ പോകേണ്ടി വരുമല്ലോ. അല്ലെങ്കിൽ കിഡ്നി കൊടുത്തു കഴിഞ്ഞാൽ ഒരു കിഡ്നി മാത്രമുള്ളവനായി സ്വർഗത്തിൽ പോകേണ്ടി വരുമല്ലോ. ചിലർ മരണശേഷം ഹൃദയം ദാനം ചെയ്യുന്നു, ആന്തരികാവയവങ്ങളെല്ലാം ദാനം ചെയ്യുന്നു. ഇത് ശരീരങ്ങളുടെ ഉയർപ്പുമായിട്ട് ഒത്തുപോകുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ പലരും ഉന്നയിക്കാറുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, അവയൊന്നും ശരീരങ്ങളുടെ ഉയർപ്പിന് തടസ്സമല്ല. കാരണം നമ്മൾ അവയവങ്ങൾ ദാനം ചെയ്യുമ്പോൾ ക്രിസ്തു നമ്മളെ പഠിപ്പിച്ച സ്വയം ദാനം ചെയ്ത് മറ്റുള്ളവരുടെ ജീവന് കാരണമായി തീരുന്ന മഹനീയമായ പുണ്യപ്രവൃത്തിയാണ്. അതുകൊണ്ട് അവയവദാനത്തെ എതിർക്കുന്നതിന് ആരും ശരീരങ്ങളുടെ ഉയർപ്പ് എന്ന ആശയത്തെ ചിന്തിക്കരുത്.
അപ്രകാരം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പൗലോസ്ലീഹ തലയില്ലാതെ സ്വർഗത്തിൽ നടന്നെന്ന് പറയേണ്ടി വരും. കാരണം എന്താ? അദ്ദേഹത്തിന്റെ ശിരസ് ഛേദിക്കപ്പെട്ട അവസ്ഥയിലാണ് അദ്ദേഹം മരിച്ചത്. അതുകൊണ്ട് നമ്മൾ ശരീരങ്ങളുടെ ഉയർപ്പ് എന്ന് പറയുമ്പോൾ ദൈവം നമുക്ക് തന്ന ശരീരം അതിൻ്റെ പൂർണ്ണതയിൽ ദൈവ കരങ്ങളാൽ ശക്തിയാൽ ഉയർത്തപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തെ നമ്മൾ അംഗീകരിച്ച് ഏറ്റുപറയും. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട സത്യം ശരീരങ്ങളുടെ ഉയർപ്പിനോടനുബന്ധിച്ചുള്ള സത്യമാണ്. അതായത് എന്തുകൊണ്ട് നാം മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള വിഷയം. മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്നതിലൂടെ ഉദ്ദേശിക്കുക ഈ ഭൂമിയിലായിരിക്കുന്ന സഭ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി സഹന സഭയ്ക്ക് വേണ്ടി നടത്തുന്ന മധ്യസ്ഥ പ്രാർത്ഥന എന്നാണ്. അതായത് പരിശുദ്ധ കത്തോലിക്ക സഭ എന്നതിനെ 3 തലങ്ങളിലായിട്ടാണ് സഭാ പാരമ്പര്യത്തിൽ മനസ്സിലാക്കുക. ഒന്ന് വിജയസഭ, വിശുദ്ധരുടെ കൂട്ടായ്മ, സ്വർഗത്തിലുള്ളവർ. 2 സഹനസഭ, ശുദ്ധീകരണ സ്ഥലത്തിലുള്ളവർ. 3 സമരസഭ, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരായവരുടെ കൂട്ടായ്മ. ഇത് 3ഉം കൂടി ചേരുമ്പോഴാണ് ശുദ്ധമാന കത്തോലിക്ക സഭ രൂപം കൊള്ളും. അതുകൊണ്ട് മരിച്ചുപോയവർ ഈ സഭാഗാത്രത്തിലെ അംഗങ്ങൾ തന്നെയാണ് എന്ന അർത്ഥത്തിലാണ് നമ്മൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ശുദ്ധീകരാത്മാക്കളെ മാത്രം ലക്ഷ്യമാക്കിയുള്ളതാണ്. മരിച്ചവരിൽ ആരെങ്കിലും നരകത്തിൽ പോയതായിട്ട് സഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. വിശുദ്ധരായര് സഭ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അൽഫോൻസാമ സ്വർഗത്തിൽ പോയി, ചാവറ പിതാവിന് വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. ഇങ്ങനെ പലരെയും കുറിച്ച് സഭ ഇന്ന ആളുകൾ സ്വർഗത്തിൽ പോയി എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു വ്യക്തിയെ കുറിച്ച് പോലും ഇന്നയാൾ നരകത്തിൽ പോയി എന്ന് സഭ പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് എല്ലാ മരിച്ച വിശ്വാസികൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് കടമയുണ്ട്. എല്ലാ മരിച്ച വിശ്വാസികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ അർത്ഥവുമുണ്ട് എന്ന് ചിന്തിക്കുക. ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എത്രമേൽ അർത്ഥപൂർണമാണോ സമാനമായ അർത്ഥത്തിൽ തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലും അർത്ഥമുണ്ട്. കാരണം മരിച്ചവർ എന്നേക്കും ഇല്ലാതായവരല്ല, അവർ വ്യത്യസ്തമായ രീതിയിൽ തങ്ങളുടെ അസ്തിത്വം തുടരുന്നവരാണ്. എല്ലാ മരിച്ച വിശ്വാസികളും തമ്പുരാന്റെ മോക്ഷത്തിൽ ചേരുവാൻ വേണ്ടി നമുക്ക് നിരന്തരം പ്രാർത്ഥിച്ച് സഹായിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. താതനാം ദൈവമേ, പുത്രനാം ദൈവമേ, ആത്മാവാം ദൈവമേ, സ്തുതി സ്തുതി സ്തുതി. താതനാം ദൈവമേ, പുത്രനാം ദൈവമേ, ആത്മാവാം ദൈവമേ, സ്തുതി സ്തുതി സ്തുതി. മാനവനു പൂജിതനാമം, മോദമെഴുമാത്തിരുനാമം, പാരിതിനു ജീവൻ നൽകും മഹോന്നതമാത്തിരുനാമം വാഴ്ത്തിടാം വാഴ്ത്തിടാം. സ്നേഹകീർത്തനമേ